അവസാന രാത്രി ചെറുകഥ. ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ അവരിൽ നിന്നും ഏങ്ങലുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പ്രശാന്തും കൽപ്പനയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഇടത്തരം എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടായിരുന്നു അത്. വർഷങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് കുവൈറ്റിലായിരുന്നു. അന്ന് നുള്ളിപ്പിടിച്ച പൈസ കൊണ്ടുണ്ടാക്കിയതാണ് വീട്. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാതെയായപ്പോൾ കൽപ്പന നിർബന്ധിച്ച് നാട്ടിൽ നിർത്തിയതാണ് പ്രശാന്തനെ. ചേട്ടാ, നമുക്ക് കുട്ടികളില്ലാതെ എങ്ങനെ ജീവിക്കണോ? നാട്ടിൽ കുറച്ചുനാൾ നിന്നാൽ എല്ലാം ശരിയാകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഭാര്യയുടെ ഇടയ്ക്കുള്ള പരിഭവവും വിഷമം പറച്ചിലുകളും കേട്ട് മടുത്തിട്ടാണ് ജോലി കളഞ്ഞ് നാട്ടിൽ നിൽപ്പായത്. അങ്ങനെ കൽപ്പന പറഞ്ഞതുപോലെ സംഭവിച്ചു. അവർക്ക് കുട്ടി ജനിച്ചു. ഒന്നല്ല, 2 പേർ. അവരുടെ സന്തോഷമെല്ലാം ക്ഷേത്രങ്ങളിലും നാട്ടുകാരിലും എല്ലാം പങ്കുവച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കയ്യിലെ പൈസയെല്ലാം തീർന്നു. നാട്ടിൽ പല ജോലിക്കും പോയി. അതിനിടയിൽ തൻ്റെ ഒരു സ്നേഹിതൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ ഒരു വിസയുടെ കാര്യം പറഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും ഒരു പ്രവാസിയായി സൗദിക്ക് പോയി. പക്ഷേ പറഞ്ഞിരുന്ന ശമ്പളം ഒന്നും കിട്ടിയില്ല. തൽക്കാലം തുടരാൻ തന്നെ തീരുമാനിച്ചു. വർഷങ്ങൾ പോയി. കുട്ടികളെ അംഗനവാടിയിൽ ചേർത്തി സന്തോഷത്തോടെയുള്ള ജീവിതത്തിനിടയിൽ ഓർക്കാപ്പുറത്താണ് അറിഞ്ഞത്. ചേട്ടാ, ഞാൻ തല ചുറ്റി വീണു. നല്ല തലവേദനയും ഉണ്ടായിരുന്നു. ഡോക്ടർ പറയുന്നു തല സ്കാൻ ചെയ്യണമെന്ന്. നാളെ സ്കാൻ ചെയ്യാൻ പോകണം. പ്രശാന്തും വേഗം കയ്യിലുണ്ടായിരുന്ന പണം ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു. അവന്റെ മനസ്സിൽ വല്ലാത്ത ആദിയായിരുന്നു. എന്നും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ആർക്കെങ്കിലും അസുഖമാണെന്നറിഞ്ഞാൽ ആദിയാണ്. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ വിളി വന്നു. ചേട്ടാ, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറയുന്നു ചേട്ടനോട് നാട്ടിൽ വന്നിട്ട് പോകാൻ. കൽപ്പന ഫോൺ വെച്ചു. ശ്രീനിക്ക് കൈകാലുകൾ കുറയ്ക്കുന്നത് പോലെ തോന്നി. അവന്റെ അവസ്ഥ കണ്ട് കൂട്ടുകാർ അരികിൽ വന്ന് അന്വേഷിക്കാൻ തുടങ്ങി. കാര്യം പറഞ്ഞപ്പോൾ അവർ നാട്ടിൽ പോകാൻ നിർബന്ധിച്ചു. ഡോക്ടർ അവനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ ആരംഭമാണ്. വേഗം തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഡോക്ടർ എഴുതിയ റിപ്പോർട്ടും മരുന്നിനുള്ള സ്ലിപ്പുമായി അവൻ പുറത്തേക്കിറങ്ങി. ബാങ്കിൽ നിന്നും 5 ലക്ഷം രൂപ ലോൺ എടുത്തു. വീട് പണയപ്പെടുത്തിയത് കൊണ്ട് വേഗം പണം ലഭിച്ചു. പിന്നെ നീണ്ട ആശുപത്രിവാസവും മറ്റും ആയിട്ടുള്ള ജീവിതം. ഭാഗ്യം കൊണ്ട് ഭാര്യയുടെ അസുഖം ഭേദമായി. അവർ വീട്ടിലെത്തിയെങ്കിലും മരുന്നും മറ്റും ആയി ഭാരിച്ച പണച്ചെലവ് വേണ്ടി വന്നു. പലരിൽ നിന്നും പൈസ കടം വാങ്ങി. നാട്ടിൽ ജോലിക്ക് പോയി തുടങ്ങിയെങ്കിലും ജീവിതം ഒരു എത്തും പിടിയുമില്ലാത്ത രൂപത്തിലായി. പ്രശാന്ത് സൗദിയിൽ തിരിച്ചെത്തി. എല്ലാ കടങ്ങളും വീട്ടിയിട്ട് വേണം നാട്ടിൽ പോകാൻ എന്നും കരുതിയിരുന്നപ്പോൾ ആണ് അത് സംഭവിച്ചത്. ജോലിയെടുക്കുന്ന സ്ഥലത്തുണ്ടായ അപകടം. അവന്റെ കാലിലെ എല്ല് പൊട്ടി. ആശുപത്രിയിൽ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കമ്പനി നാട്ടിലേക്ക് വിട്ടു. നാട്ടിലെത്തി പ്ലാസ്റ്റർ മാറ്റിയപ്പോൾ ശരിയായിട്ടില്ല. വീണ്ടും പ്ലാസ്റ്റർ ഇടൽ. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവന് നടക്കാൻ കഴിയാതായി. നാട്ടിലൊരു കട തുടങ്ങി. കടങ്ങൾ മേടിച്ചുകൊണ്ട് ചെറിയൊരു കട തുടങ്ങിയെങ്കിലും വീട്ടുചെലവിന് മാത്രമേ അത് തികയുമായിരുന്നുള്ളൂ. ഭാര്യയുടെ തൊഴിലുറപ്പുമായി കഷ്ടിച്ചുള്ള ജീവിതം. ബാങ്കിൽ നിന്നുള്ള ആളുകൾ വന്ന് വീട് ജപ്തി ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും ഉണ്ടായില്ല. അവർ അവസാനമായി തന്ന 2 മാസത്തെ അവധി. പൈസ കുറച്ചെങ്കിലും അടയ്ക്കാൻ ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥ. അവസാനം തങ്ങളുടെ പൊന്നോമനകളെ അനാഥാലയത്തിലാക്കാൻ തീരുമാനിച്ചു. അവരുടെ നെഞ്ചു പിളരുന്നത് പോലത്തെ വിഷമം. ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കാനാവാത്ത വിധം അവർ മാറി. തങ്ങളുടെ ദുഃഖം തങ്ങളിൽ തന്നെ തീരട്ടെ എന്നവർ ആശിച്ചു. അവസാനം ആ ദിവസം എത്തി. തങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് അധ്വാനിച്ച് രക്തം നീരാക്കിക്കൊണ്ടുണ്ടാക്കിയ വീട് തങ്ങളെ പുറത്താക്കിക്കൊണ്ട് വീട് പൂട്ടുന്ന ദിനം. അമ്പലത്തിലെ പുലർച്ചെ വിടി കേട്ട ഉടനെ അവർ രണ്ടുപേരും എഴുന്നേറ്റ് കുളിച്ച് തയ്യാറായി. തങ്ങൾക്ക് വേണ്ട അത്യാവശ്യ തുണിയും ബാഗിലാക്കി ലൈറ്റുകൾ അണച്ച് ഡോർ ചാരിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ഇന്നലെ രാത്രി അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ജീവിതമാണ് അവരുടേത്. തങ്ങളുടെ മക്കളെ വീണ്ടും കാണാനുള്ള കൊതി കൊണ്ട് മാത്രം അവസാന നിമിഷം ആ ഉദ്യമത്തിൽ നിന്നും അവർ പിന്മാറിയത്. തന്റെ പഴയ സൈക്കിളും എടുത്ത് പ്രശാന്ത് ആദ്യവും പിന്നാലെ കൽപ്പനയും പുറത്തേക്കിറങ്ങി. തങ്ങളുടെ അവസ്ഥ നാട്ടുകാർ കാണേണ്ട എന്ന് കരുതിയായിരിക്കാം അവർ നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ അവർ പുറപ്പെട്ടത്. പ്രശാന്ത് പിന്നിൽ കൽപ്പനയെയും ഇരുത്തി അവർ യാത്രയായി. എവിടേക്കെന്നറിയാതെ എങ്ങോട്ടോ. സ്റ്റോറി SK വടക്കൻ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.